3 മാസം കൊണ്ട് പാവങ്ങളായ ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട്. പാവങ്ങളായ ഒരുപാട് പേർക്ക് അവൻ പൈസ കൊടുക്കാനുണ്ട്. എല്ലാ മീഡിയകളെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു മീഡിയക്കാരൻ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. സത്യത്തിൽ ഇത് വലിയ ഒരു വഞ്ചനയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ കല്യാണമുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ഒന്നും 1 രൂപ കൊടുത്തിട്ടില്ല. 1 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. സത്യത്തിൽ ഇത് നടന്നിരിക്കുന്നത് 1500 കോടി രൂപയുടെ ചീറ്റിംഗാണ്. 1500. നമസ്കാരം. ടോപ് ടേഷേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. അൽ മുക്താദ് ജ്വല്ലറിയുടെ നിക്ഷേപ തട്ടിപ്പിനെ കുറിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്തിരുന്നു. ഇത് 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം അവരുടെ തട്ടിപ്പുകളെ കുറിച്ചും നഷ്ടപ്പെട്ട സ്വർണത്തെയും അതുപോലെ പൈസയെ കുറിച്ച് ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇന്നിപ്പോൾ അൽ മുക്താദ് ജ്വല്ലറിയുടെ ഉടമയായ ഡോക്ടർ മൻസൂറിന്റെ വീടിന്റെ ചുറ്റും ജനങ്ങൾ വന്ന് തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അൽ മുക്താദ് ജ്വല്ലറിയുടെ ഉടമയുടെ വീട് തിരുവനന്തപുരത്താണ്. അവിടെ ജനങ്ങൾ ഗേറ്റിന് മുന്നിൽ വന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്യാഷ് അതുപോലെ സ്വർണവും തിരിച്ചു ലഭിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ജനങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് നിക്ഷേപങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ക്യാഷ് തിരിച്ചു തന്നാൽ മതി, ഞങ്ങൾക്ക് പലിശയോ മറ്റ് കൂടുതൽ പൈസയോ ഒന്നും ആവശ്യമില്ല, സ്വർണ്ണാഭരണമായിട്ടോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ തിരിച്ചു തരാനാണ് ജനങ്ങൾ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അത് വലിയൊരു പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു പ്രക്ഷോഭത്തിന് അവിടെ തുടക്കം കുറിക്കുകയുണ്ടായി. അങ്ങനെയാണ് അവിടെ പോലീസ് എല്ലാം എത്തിയിട്ടാണ് ഇവരെ പിന്തിരിപ്പിച്ച് വിടുന്നത്. ഇനി അതൊരു മറ്റ് കേസുകളിലേക്കും അതുപോലെ ഈ മൻസൂറിനെതിരെ FIR ഇടാനും പോലീസ് സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതുവരെ നിക്ഷേപ തട്ടിപ്പുകാർ, നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ ഇതുവരെ ഒരു FIR-ഉം എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നല്ല സുഖമായിട്ട് എല്ലാ ഇടങ്ങളിലും ഒളിച്ച് താമസിക്കുകയാണ്. അതിന് ആനുപാതികമായിട്ട് ഇനി ഒരു FIR വന്നു കഴിഞ്ഞാൽ ഇയാളെ ജയിലിലാക്കുവാനും അതുപോലെ ശിക്ഷിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ പല കല്യാണങ്ങളും മുടങ്ങിപ്പോയിട്ടുണ്ടെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന് ഈ ന്യൂസ് വരുന്നതിന്റെ 2 ദിവസത്തിന് ശേഷം കല്യാണങ്ങൾ നടക്കുന്നു. അതുപോലെ മാരേജുകൾ നടക്കേണ്ട ആവശ്യക്കാർ ആണ് ഈ വീടിന് മുമ്പിൽ കൂടി നിൽക്കുന്നത്. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനു ഉപരിയായിട്ട് ഇവരുടെയൊക്കെ ഈ കല്യാണം നടക്കാതെ, ഈ കുട്ടികളുടെ മാരേജ് നടക്കാതെ വന്നാൽ ഇവർ ആത്മഹത്യ ചെയ്യുമെന്നുമാണ് ഇവർ അവിടെ പറയുന്നത്. അതുപോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ രക്ഷിതാക്കൾ എത്തിയിരിക്കുന്നത്. കുട്ടികളുടെ കല്യാണ സമയത്ത് പോലും ഇവർക്ക് നിക്ഷേപിച്ച ആ പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്നാണ് ഇവർക്ക് ആക്ഷേപിക്കാനുള്ളത്. ഇതുപോലെ ഈ പൈസ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു FIR പോലും എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു FIR-കൾ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്ടർ മൻസൂറിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുവാനും സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഓൺലൈൻ മീഡിയാസ് മാത്രമാണ് ഈ ന്യൂസുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ ന്യൂസ് ചാനലുകൾ ഒന്നും തന്നെ ഈ റിപ്പോർട്ടുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഈ അവസ്ഥ നടന്നിട്ട് പോലും ഈ ജനങ്ങൾ ഇയാളുടെ വീടിന് മുൻപിൽ തടിച്ചു കൂടിയിട്ട് സമരം ചെയ്തിട്ട് പോലും ഈ ന്യൂസ് റിപ്പോർട്ടർമാരും അതുപോലെ ഈ നമ്മുടെ ഏഷ്യാൻ ന്യൂസ്, റിപ്പോർട്ടേഴ്സ് ചാനൽ, അതുപോലെ മീഡിയ വൺ തുടങ്ങിയ പ്രമുഖ ചാനലുകളുടെ ന്യൂസ് ചാനലുകൾ ഒന്നും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുമില്ല. ഇത് തന്നെയാണ്, ഇവരെല്ലാം കോടികൾ ക്യാഷ് വാങ്ങിയിട്ടാണ് ഇവരുടെ പരസ്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കൂറ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂസ് ഏജൻസികളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നത്. ഈ ന്യൂസ് ഏജൻസികളെ ഇവർ അറിയിച്ചിരുന്നു. ഈ തടിച്ചുകൂടിയ ജനങ്ങൾ അവരെ നേരിട്ട് അറിയിച്ചിരുന്നു. അപ്പോൾ അവർ ആലോചിക്കട്ടെ, എന്നിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു ന്യൂസ് നമ്മുടെ നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓടിയെത്തുന്ന റിപ്പോർട്ടർ ചാനലുകളും അതുപോലെ ഏഷ്യാൻ ന്യൂസും നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചില്ല. അവർ ചെറിയൊരു ന്യൂസ് പോലും അവർ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഈ ചാനലുകൾക്ക് എന്ത് പറ്റി? ഇവർക്ക് ജനങ്ങളെ സേവിക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകളെ മുന്നിലേക്ക് കൊണ്ടുവരാത്തത്? ഇനി ഈ തട്ടിപ്പുകൾ മുന്നിലേക്ക്, ഇവരുടെ ഈ തട്ടിപ്പുകൾ, അൽ മുക്താദ് ജില്ലയുടെ ഈ തട്ടിപ്പ് ഇനി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മറ്റ് ന്യൂസ് ചാനലുകളും പ്രമുഖ ന്യൂസ് ചാനലുകളും എല്ലാം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് ഇനി പോകുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ജനങ്ങൾ ആരെങ്കിലും ഇനി അത് FIR ഇട്ട് ഇദ്ദേഹത്തെ ഒരു അറസ്റ്റിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുക്താദ് ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ മൻസൂർ ഇപ്പോൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, നിങ്ങളുടെ സ്വർണവും പൈസയും എല്ലാം ക്യാഷുമെല്ലാം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞ് കുറെ റിപ്പോർട്ടുകൾ അതുപോലെ ഓൺലൈൻ മീഡിയയിലൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, ഇയാളുടെ ഒരു സംസാരങ്ങളും ഇന്റർവ്യൂ എല്ലാം. പക്ഷെ ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് ജനങ്ങൾ ഈ അദ്ദേഹത്തിന്റെ തിരുവല്ലാമലയിലുള്ള വീടിന് മുൻപിൽ തടിച്ചുകൂടിയപ്പോൾ അതിന്റെയൊക്കെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇദ്ദേഹം 2000 കോടിയോളം രൂപ ആളുകളിൽ നിന്നും തട്ടിച്ചു എന്നാണ് നമുക്കിപ്പോൾ വാർത്ത കിട്ടുന്നത്. ഈ 2000 കോടി രൂപയ്ക്ക് ഇയാൾ ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹം പല ദിക്കുകളിൽ നിന്നുണ്ട്, ഞാനിവിടെയുണ്ട്, സുരക്ഷിതരാണെന്നുള്ള മെസ്സേജുകൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം സുരക്ഷിതനാണ്, നിങ്ങളുടെ പൈസയും സുരക്ഷിതമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇത്രയും നാൾ ജനങ്ങൾ ഒരു കേസ് പോലും ഫയൽ ചെയ്യാതെ, ഒരു FIR പോലും ഇടാതെ ഇയാളെ സേഫാക്കി നിർത്തുകയായിരുന്നു. തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈ ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇനിയിപ്പോൾ അത് കഥ മാറിയിരിക്കുകയാണ്. ആ ലെവലിലേക്ക് പോലും ഇനി ആരും ചിന്തിക്കില്ല. ഒരു FIR-ഉം അതുപോലെ ഒരു കേസും കൊടുക്കുവാൻ ആരും മടിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ജനങ്ങൾ തിരുവല്ലാമലയിലെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിൽ എത്തിയിട്ടുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതാണ് മൻസൂറിന്റെ വീട്. മൻസൂർ കോടിക്കണക്കിന് രൂപ മില്ലിമീറ്റർ മാറി നിൽക്കുകയാണ്. അവനെ തിരക്കിയാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോ ഇത് ഒരു ചാനലുകാരന്മാരും സാധാരണ 1000 രൂപ ഓരോരുത്തരും കൊടുക്കാനുണ്ടെങ്കിൽ ഈ മീഡിയയും സോഷ്യൽ മീഡിയയും ചാനലും ഒക്കെ വരുന്നതാണ്. പക്ഷെ ഇത് ഒരുത്തരെ കാണാൻ എല്ലാ ചാനലുകാരെയും അവന്മാര് കെട്ടിയിരിക്കുകയാണ്. എല്ലാ ചാനലുകാരെയും ഞാനൊരു 5 ചാനലുകാരെ ലൈവായിട്ട് വിളിച്ചിട്ടുണ്ട്, ആരും വരുന്നില്ല. മൻസൂറിന്റെ വീടാണിത്. അപ്പോ ഇത് കാണിച്ച് ഇത്രയും ഒരു ശുദ്ധ തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒരു മീഡിയകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. 3 മാസം കൊണ്ട് പാവങ്ങളായ ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട്. പാവങ്ങളായ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. എല്ലാ മീഡിയകളെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു മീഡിയക്കാരൻ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. സത്യത്തിൽ ഇത് വലിയ ഒരു വഞ്ചനയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ കല്യാണമുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ഒന്നും 1 രൂപ കൊടുത്തിട്ടില്ല. 1 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. സത്യത്തിൽ ഇത് നടന്നിരിക്കുന്നത് 1500 കോടി രൂപയുടെ ചീറ്റിംഗാണ്. 1000 അയാൾ നിൽക്കുന്ന സ്ഥലം ലൈവ് ലൊക്കേഷൻ ഇട്ട് തരട്ടെ, അപ്പൊ നമുക്ക് വിശ്വാസമാകും. എല്ലാം ഓക്കെ. അതെ, ലൈവ് ലൊക്കേഷൻ കാണിച്ചു നമുക്ക് എന്തോ അല്ല. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം. അയാള് നാളെത്തരം കഴിഞ്ഞ് ഇന്ത്യ വിട. അയാൾക്കൊരു FIR പോലും ഇല്ല. ഞാൻ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു FIR അയാളുടെ പേരിൽ ഇതുവരെ ആയിട്ടില്ല. അല്ലേ, ഇപ്പൊ നമ്മളെ ഇതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഞാൻ പറയട്ടെ, കൂടുതൽ മീഡിയകള് ഞാൻ 3 ദിവസമായി എല്ലാ മീഡിയകളെയും വിളിക്കുക. പക്ഷെ ഒരു മീഡിയ പോലും വന്നിട്ടില്ല. കാരണം നമുക്ക് എന്താണെന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റിയത്, 1000 രൂപ ഒരുത്തൻ ഒരാളിൽ നിന്ന് കടം മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ ബ്രേക്കിംഗ് ന്യൂസ്, ഫ്ലാഷ് ന്യൂസ് എല്ലാം വരും. സത്യത്തിൽ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ പോലും കയ്യിലെടുത്തുകൊണ്ട് മൻസൂർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ പറ്റിച്ചിരിക്കുകയാണ്. ഇതിന് 1 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയുള്ള, അതായത് ഞാനൊരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്റെ അടുത്ത് 50 പേരുടെ പ്രൊഫൈൽ ഇരിപ്പുണ്ട്. നാളെ വർക്കലയിൽ മകളുടെ കല്യാണമുള്ള 3 ഫാമിലി ഉണ്ട്. അവർക്ക് ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവരാ മകളുടെ കല്യാണം മുടങ്ങും, അവർ ജീവൻ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൊപ്പിയും ഇട്ട് താടിയും വളർത്തി നിങ്ങൾ മുസ്ലിമാണ്, അള്ളാഹുവിന്റെ 100 നാമങ്ങളും ഇട്ട് അവിടെ ഇവിടെ ഒളിച്ചിരുന്ന ഇത്രയും ആളുകള് ഈ നിൽക്കുന്ന ഓരോരുത്തരും 5 പേരുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് വളരെ മോശമാണ്. ഇവിടെ ഉദ്യോഗസ്ഥരിപ്പോ അവനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ബോംബെയിലുണ്ട്, താനായിലുണ്ട്, ഒന്നുമില്ല. ഇനി എവിടെയോ ഇരുന്നോ പൈസ, പാവങ്ങളുടെ പൈസ ഞങ്ങള് 3 മാസമായിട്ട് ഒരു മീഡിയക്ക് കൊടുത്തില്ല. ഒന്നിനും കൊടുക്കാതെ ഞങ്ങൾ ഒളിച്ചൊളിച്ചു വെച്ചാൽ പാവങ്ങളുടെ പൈസ കിട്ടുന്നു. ഇപ്പോഴും ഇത് മീഡിയയിൽ കൊടുക്കാനല്ല. മൻസൂറെ, നീ ഇത് കണ്ടുകൊണ്ട് ഈ പാവങ്ങളുടെ പൈസ നീ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഇവർക്കാർക്ക് ഇൻട്രസ്റ്റും പലിശയും ഒന്നും വേണ്ട. ഇതാരും പലിശ മേടിക്കുന്നവരല്ല. നിന്റെ ബിസിനസിന്റെ ലാഭം കൊടുക്കാമെന്ന് പറയാണ് ഈ പാവങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഉമ്മായിക്കും ഭാര്യയ്ക്കും സുഖമില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും വീട്ടില് സുഖമില്ലാത്ത ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്. എന്റെ അടുത്ത് 4 ക്യാൻസർ പേഷ്യന്റുമാരുടെ അവർ കൊടുത്ത പൈസ അവരെ മക്കളെയും കൊണ്ട് RCC നിൽക്കുക. ഇതുവരെ അവരുടെ കോളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് 2000 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ്. അനന്തകൃഷ്ണൻ 1000 കോടി രൂപയാണ് തട്ടിച്ചതെങ്കിൽ ഇത് 2000 കോടി രൂപയാണ്. വീണ്ടും ഞാൻ പറയുന്നു, പാവത്തുങ്ങളാരെങ്കിലും 1000 രൂപ കടം വാങ്ങിയാൽ അപ്പൊ തന്നെ FIR ഇടുകയും അപ്പൊ തന്നെ കേസെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്
ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, അവർക്കെല്ലാം കൈക്കൂലി കിട്ടുന്നുണ്ടാവും. ഞാൻ ഒരു രോഗിയുടെ വിഷയമാണ് വന്നത്. ആ രോഗിക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചുകൂടെ, ഹോസ്പിറ്റലിലേക്ക് അയച്ചുകൂടെ, അയാൾക്ക് ഓപ്പറേഷൻ ചെയ്യണം. അയാളുടെ സ്റ്റാഫുകളോട് പറഞ്ഞു, അയാളുടെ വീട്ടിൽ വന്നു, അയാൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടു, വോയിസ് മെസ്സേജ് ഇട്ടു, ഒരു റിപ്ലൈ ഇല്ല. അയാൾ മനുഷ്യനാണോ? ഒരു മനുഷ്യത്വമില്ല. അയാൾ മനുഷ്യനാണോ? അയാൾ പറഞ്ഞല്ലോ താടിയും തൊപ്പിയും വെച്ചവന് മാത്രമേ ഞങ്ങൾ ജോലി കൊടുക്കുള്ളൂ, അങ്ങനെയുള്ളവരെ മാത്രമേ പൈസ മേടിക്കുള്ളൂ. നേതാക്കന്മാരെല്ലാം സ്വാധീനിച്ചുകൊണ്ട് അവരെ കൊണ്ട് പൈസകൾ വാങ്ങിച്ചെടുപ്പിച്ചു. കള്ളെന്ന് പറയുന്നു. ഇപ്പോഴും അയാളെ തീൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. ആരും അയാളെ ഹറാമാണ്. അയാള് തീന്ന് ശാപമാണ്. ജീവിക്കരുത്. ഇട്ട പൈസ കിട്ടിയാൽ ഇട്ട പൈസ പരസ്യം കിട്ടിയാൽ വരും. ഇവിടുത്തെ മീഡിയകളവിടെ നീണ്ട പരസ്യം കൊടുക്കാൻ ചെറിയൊരു ബ്രേക്കിൽ മീഡിയകളവിടെ, എവിടെ ഏഷ്യാനെറ്റ്, എവിടെ റിപ്പോർട്ടർ, എവിടെ മനോരമ, എല്ലാവരും ഞാൻ വിളിച്ച് എന്താണ് മറുനാട് ഷാജൻ റിപ്പോർട്ട് ചെയ്തപ്പം ഇപ്പം വന്നിരുന്ന് പത്രസമ്മേളനം നടത്തിയതാ പൊളിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഒരിക്കലുമല്ല. ഈ നിൽക്കുന്നവരെല്ലാം പൈസ കിട്ടാനുള്ളവരാ. ഒരാള് പോലും ഇതിനകത്ത് വ്യാജനല്ല. പൈസ കിട്ടാനുള്ളവർ അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുന്നവർ. മീഡിയകളെവിടെ? ഇവിടുത്തെ മീഡിയകളെവിടെ? ആ മീഡിയകൾ വാ. മീഡിയ ചീഫിനെ വിളിക്കുമ്പോൾ പറയുന്നത് ആലോചിക്കണം. എന്താ ആലോചിക്കാനാ? നാട്ടുകാരുടെ പ്രശ്നത്തിന് ഇടപെടുന്ന ഫോർത്ത് സ്റ്റേറ്റുള്ള സംസ്ഥാനമാണ്. നിയമവും നീതിയും കിട്ടിയില്ലെങ്കിൽ മീഡിയകളാണ് അതിന് നിയമവും നീതിയും ഉണ്ടായി. അവരെവിടെ? ഇവിടെ ഇല്ല. ഉദ്യോഗസ്ഥരെവിടെ? പോലീസുകാർ പാവങ്ങൾ. അവരിവിടെ വന്ന് അവർ കാര്യം അന്വേഷിച്ചിട്ട് പോയി. മൻസൂറിന്റെ വീട്ടിലുള്ളവരെ അറസ്റ്റ് ചെയ്യണം. ഈ വീട് മൊത്തം സീൽ ചെയ്യണം. വീട്ടിലുള്ള ചികിത്സിക്കാനാ പറയുന്നത്. അവന്റെ വീട്ടുകാരെ രക്ഷപ്പെടാനുള്ള ഒരു അടവാണ്. ന്യൂമോണിയ ആയിട്ട് എല്ലാവരും രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. എന്റെ കാരെടുത്തിട്ട് ഇനി ഇവിടെ കിടന്ന് ചത്ത് കഴിഞ്ഞാൽ ജനങ്ങളൊന്നും സമ്മതിക്കുന്നു. ഈ ഗേറ്റ് തുറക്കാനോ പോകാനോ സമ്മതിക്കുന്നു. അകത്തുണ്ടെങ്കിൽ അവിടെ ചാകട്ടെ, അതേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ. അൽമുക്താദ് ജില്ലയുടെ തട്ടുകളിൽ പെട്ടിരിക്കുന്ന കുറെ കൂടി ആളുകൾ ഇനി രംഗത്തേക്ക് വരാനുണ്ട്. അവരുടെയൊക്കെ റിപ്പോർട്ടുകളും അതുപോലെ മറ്റു ന്യൂസുകളും നമ്മൾ മുൻപോട്ട് കൊണ്ടുവരുന്നതാണ്. ഇതുപോലെയുള്ള നിക്ഷേപ തട്ടിപ്പുകളിൽ നമ്മൾ പെടാതിരിക്കുക, സൂക്ഷിക്കുക. നമ്മുടെ കയ്യിലുള്ള പണം മറ്റൊരാളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് തിരികെ ലഭിക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നിക്ഷേപങ്ങളെല്ലാം സൂക്ഷിച്ച് നല്ല ഉറപ്പുള്ള സെക്യൂർ ആണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡോക്ടർ ഷീസ്.